ഇക്കരയിൽ 100. അപ്പോ 60. അപ്പൊ 7, 50, 60, 8, 10. അപ്പുറം അപ്പൊ 9, 60. അപ്പുറം സൂപ്പർ സോപ്പ്. അപ്പൊ 13, 60. 13, 60. എന്തേ അല്ലേ? അപ്പുറം തേങ്ങ എണ്ണ എവ്വളോ? 100. എന്റെ ഈശ്വര, ഇവക്കും കാമുകനോ? എടാ, ഇതാരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടത്? ഈ കത്താരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടെന്ന് എനിക്കറിയണം. എനിക്കത് ഇപ്പൊ അറിയണം. എന്താന്നോ? ഈ കത്ത് കമ്പി കൊളുത്തി ജനലിൽ കൂടെ എന്റെ വീട്ടിനെത്തിട്ടവൻ ആരാന്നറിയണം. എനിക്കറിയില്ല. എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഈ തെമ്മാടിത്തരം കാണിച്ചവന്റെ കുടലുമാല ഞാൻ പുറത്തെടുക്കും. ഈ കത്ത് കമ്പി കൊളുത്തി ജനലിൽ കൂടെ മുറിക്കാത്തിട്ടവൻ ആരാന്ന് എനിക്കറിയണം. എനിക്കറിഞ്ഞേ പറ്റൂ. എനിക്കത് ഇപ്പൊ അറിയണം. എന്താ ഗോപി, എന്താ പ്രശ്നം? എനിക്കിപ്പൊ രണ്ടിലൊന്നറിയണം. ഒരു ചെറുപ്പക്കാരന് കല്യാണം കഴിച്ച് ഈ തെരുവിൽ താമസിക്കാനുള്ള അവകാശമില്ലെന്നോ? അത് ഉടനെ അറിയണം. എനിക്ക് ഇപ്പൊ അറിയണം. അയ്യോ പേന, താനാണോടോ കത്തെഴുതിയത്? ആ പേനയുടെ പേനയൊക്കെ പിന്നെ തരാം. താനല്ലോടോ കത്തെഴുതിയത്? ഏത് കത്ത്? ആരുടെ കത്ത്? എന്റെ മുമ്പിൽ പൊട്ടങ്കളി കളിക്കരുത്. ഒരു നാറിയെ എനിക്ക് വിശ്വാസമില്ല. താനാണ് എന്റെ ഭാര്യയ്ക്ക് കത്തെഴുതിയത്. എടാ തെണ്ടി, സൂക്ഷിച്ച് സംസാരിക്കണം. നീയാണടാ തെണ്ടി. എന്റെ ഭാര്യ വെള്ളത്തിന് ക്യൂ നിൽക്കുമ്പോ അവളെ നോക്കി നോക്കി വെള്ളം ഇറക്കി നിൽക്കുന്ന നീയാണാ തണ്ടി. ഒരു പലചരക്ക് കച്ചവടക്കാരൻ ചിലപ്പോ നോക്കിന്നിരിക്കും, ചിലപ്പോ ചിരിച്ചുന്നിരിക്കും. നിന്നെ ചിരിപ്പിക്കാവടാ. മാനക്കാട് എന്നോട് ഞാനാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? എന്റെ പൊന്നു സാറേ, ഇവൻ കമ്പ് കൊണ്ട് കത്ത് മുറിയിലിട്ടത് ഞാൻ കണ്ടതാ. മുഖം കാണാനൊത്തില്ല. അതിന്റെ സത്യം അറിയാതെ അവിടുന്ന് പ്രശ്നമില്ല. നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ നടങ്ങ്. ഉടനെ ഉണ്ടാക്കണം. ഉണ്ടാക്കാം. കത്ത് മലയാളത്തിലാ. ഇവിടെ ഉള്ള ഏതോ നാറി മലയാളിയാണോ അത് എഴുതിയെന്ന് എനിക്ക് നല്ല ഉറപ്പാ. അപ്പൊ പിന്നെന്താ പ്രശ്നം? ആളെ ഞാൻ കണ്ടുപിടിച്ചു വരാം. എങ്ങനെ നോക്കി ആളെ കണ്ടുപിടിക്കാം. ഇത് ഈ തെരുവിന്റെ ചാരിത്രത്തിന്റെ പ്രശ്നമാണ്. ഒരു മലയാളിക്ക് ഒഴിഞ്ഞു മാറാൻ അവകാശമില്ല. അപ്പോ സാറിന് കൈയക്ഷരം ആദ്യം പരിശോധിക്കാം. നമുക്കതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. മാത്രമല്ല, ഒരു പട്ടാളക്കാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. സത്യം പറയാനല്ലോ സാറേ, ഇക്കാര്യത്തിൽ എനിക്ക് സാറിനെയും സംശയമുണ്ട്. നിനക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നെ ചാരിത്രം കുഴപ്പമില്ല. പക്ഷേ മേനോ സാറിന് കൈവശം പരിശോധിക്കണം. മേനോ സാറിന് എനിക്ക് സംശയമില്ല. ഞങ്ങൾ രണ്ടുപേരും പരിശോധകന്മാരാണ്. അങ്ങോട്ട് എഴുതു കുമാരൻ നായരെ. താനെന്തോട് പറയുന്നു? എഴുതിയാട്ടെ. എടോ ഗോപി, ഏതോ വിവരം കിട്ടവൻ എന്തോ എഴുതിയെന്ന് വെച്ച് ഇത്രയും പേരുടെ സമയം മെനക്കെടുത്തണോ? സാർ അങ്ങനെ പറയരുത്. സാറിന്റെ ഭാര്യയ്ക്കാണ് ഇതേ പ്രേമലേഖനം കിട്ടിയിരുന്നത്. സാർ എന്ത് ചെയ്യും? ഒന്നുകിൽ പ്രേമലേഖനം എഴുതിയ അവൻ, അല്ലെങ്കിൽ ഞാൻ. രണ്ടുപേരും കൂടെ അങ്ങനെ ഒരുമിച്ച് തെരുവ് താമസിക്കണ്ട. വാചകം അടിക്കാതെ കൈവശം നോക്കണോ? അല്ല, ഇതൊരുപോലെ ഞാനെഴുതാ. പിന്നെ ഇവിടെ പുതുതായി വന്ന ചില വീരന്മാരൊക്കെ എനിക്ക് സംശയമുണ്ട്. പുതുതായി വന്നവൻ ഞാനാ. പരിശോധനക്ക് തയ്യാറായിട്ട് തന്നെയാ ഇവിടെ വന്ന് നിൽക്കുന്നത്.
അല്ല. അപ്പൊ ഞാനല്ലല്ലോ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. പോവാം, പക്ഷെ ഇനി സംശയം വിളിക്കും. ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ. മാറൂ. ഇതും അല്ല. സാർ ഇങ്ങോട്ട് പോയാട്ടെ. അടുത്തയാളാ. ചെല്ലടോ. എന്തിനാ കിടന്ന് തള്ളുന്നേ? ഞാനിപ്പോ മൂന്നാ. എന്താ അങ്ങോട്ട് എഴുതണ്ടേ? എന്റെ തുമ്പപ്പൂ കുരുന്നേ, എന്റെ തുമ്പപ്പൂ കുരുന്നേ. ഇതല്ല, എന്തായാലുമില്ല. അടുത്തയാളാ.